ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർബിഡിയം. LPS ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്താനാണ് ഈ വീഡിയോ. അതിൽ നമ്മുടെ മാർക്ക് വ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ മറ്റു ഡിസ്ട്രിക്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്നിവയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, പാലക്കാട്, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ റാങ്ക് ലിസ്റ്റിൽ കയറി, അതായത് സൈറ്റിൽ കയറി ഇങ്ങനെ നോക്കുകൊണ്ട് സൈറ്റ് വളരെയധികം റഷാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ലിസ്റ്റുകൾ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ട് അതിൽ വരും. അതുകൊണ്ട് തന്നെ അത് സ്ലോ പ്രോസസ്സിങ്ങിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ പബ്ലിക് ആക്സസ് കട്ട് ചെയ്തിട്ട് പിന്നെ സെർവറിലേക്ക് കയറ്റുന്നൊരു സ്ഥിതി ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആ സെർവറിനൊരു വലിയൊരു ബിസി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. PDF ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ഡൗൺലോഡിൽ ഇത് ലഭ്യമാണ്. നിങ്ങളുടെയൊക്കെ എല്ലാ ആളുകളും അതായത് ജില്ലാ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ PDF തരുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അത്ര ഒരു റഷ് വരില്ല. ആ PDF എടുക്കാൻ നോക്കുക. PSC വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളൊരു വാശി കാണിക്കുമ്പോൾ അത് ഈ PSC സെർവറിന് ബാധിക്കും. ഇപ്പോൾ ഗ്രൂപ്പുകളിലൊന്നും ഇല്ലാത്തവർക്കിത് നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ ഈ ഡിസ്ട്രിക്റ്റുകളിലൊക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ പ്രൊഫൈലായിരിക്കും ഈ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ജില്ലക്കാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം പ്രൊഫൈലിൽ എന്തായാലും ആ മാർക്ക് വന്നിട്ടുണ്ടാവും. അധികവും ഇന്ന് വൈകുന്നേരത്തിനകം എല്ലാ ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഫൈലെടുത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ലഭ്യമാകും. പിന്നെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മാർക്ക് പബ്ലിഷ് ചെയ്യാത്തത് എന്നുള്ളൊരിതുണ്ട്. അത് കൺസോൾട്ടേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ഇതേപോലെ പ്രൊഫൈലിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ ലഭ്യമാകും. അതുപോലെ തന്നെ മറ്റൊരു റാങ്ക് ലിസ്റ്റിനോട് കൂടി തന്നെ മാർക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF കൂടി PSC ഒരാഴ്ചക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഈ കൺസൾട്ടേഷൻ മൊത്തം നടന്ന് NCA ഉൾപ്പെടെ അവർക്ക് മാർക്ക് ഇടാനുണ്ട്. സോ ആ ഒരു സമയം എടുക്കും. സോ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ചിലപ്പം തന്നെ പബ്ലിഷ് ചെയ്യില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ എത്ര മാർക്ക് കിട്ടി, നിങ്ങൾ മറ്റുള്ള ഒരാളെക്കാളും എത്ര മുകളിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ റാങ്ക് അറിയാൻ കഴിയുന്നുണ്ട്. സോ അത് തന്നെ മതി. കാരണം മാർക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എത്രാമത്തെ റാങ്ക് ആണെന്ന് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ റാങ്ക് ഇവിടെ മെൻഷൻ ചെയ്യുക.